അഡ്വക്കേറ്റ് കെ ശരൺകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞു യുവാക്കളെ ആശയപരമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു യുവാവ് എങ്ങനെയായിരിക്കണമോ പൊളിറ്റിക്കലായി പെരുമാറേണ്ടത് അതിനുതകുന്ന തരത്തിലുള്ള ആശയ പരിസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് SFI DYFI ഒക്കെ അവരെ പ്രത്യയശാസ്ത്രമായി വളർത്തിയെടുക്കുന്നത് എന്ന്. ശ്രീ എൻ ശ്രീകുമാർ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം പാലക്കാട്ട് മണ്ണാർക്കാട് 2 കാലിൽ ഇറങ്ങി നടക്കില്ല എന്ന് വെല്ലുവിളിക്കാൻ പോന്ന തരത്തിലാണോ നിങ്ങൾ യുവാക്കളെ വളർത്തിയെടുക്കുന്നത്? അപ്പൊ അങ്ങനെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ ഒരുപക്ഷെ കേസുണ്ടായിരിക്കില്ല. പക്ഷെ ആ നിലയ്ക്കല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടക്കം നേരിടുന്നത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ആ വാഹനത്തിൽ നിന്നിറങ്ങി വന്ന് കരിങ്കൊടി കാണിക്കുന്ന ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇടത്ത് എന്ത് കമ്പാരിസൺ? അഡ്വക്കേറ്റ് കെ ശരൺകുമാർ. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ശ്രീകുമാർ അടക്കം സൂചിപ്പിച്ചത് SFIയെയും DYFIയെയും യൂത്ത് കോൺഗ്രസ് ആയിട്ട് താരതമ്യപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നതാണ്. അതൊരിക്കലും താങ്കൾ താരതമ്യപ്പെടുത്തരുത്. താരതമ്യപ്പെടുത്തുമ്പോഴെങ്കിലും വേണ്ടേ ഒരു തുല്യത വേണ്ടേ? ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ആരോപണം യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടാണോ ഇവിടെ ഈ ചർച്ച സംഘടിപ്പിക്കാനുള്ള കാരണം? നിങ്ങളുടെ നേതാക്കന്മാർ, അത് ശശി തരൂരായാലും ചെന്നിത്തലയായാലും കെ മുരളീധരനായാലും നേരത്തെ ഇപ്പോൾ വന്ന് ശ്രീ PJ കുര്യൻ അടക്കമുള്ളവർ പറഞ്ഞ നിങ്ങൾക്കുള്ളിലെ നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മുമ്പയിച്ച വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ താങ്കളുടെ വിചാരം എന്താണ്ട് SFIയോ DYFI യൂത്ത് കോൺഗ്രസിനെടുത്ത് നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി ഇത്തരത്തിലൊരു ചർച്ച വെച്ചതെന്ന്? ഒരിക്കലുമല്ല. ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾ നോക്ക്. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം താങ്കൾ അവസാനിപ്പിച്ചെന്താ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തി കൊണ്ട് കോൺഗ്രസിന് ഒരു മാനഹാനി ഉണ്ടായിട്ടില്ലാന്ന്. ഇപ്പൊ ഈ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പരാതിയും KPCC കിട്ടിയ പരാതിയും 13 മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്തതും ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, ഞങ്ങളൊന്നും ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. വ്യാജ ID കാർഡ് നിർമ്മിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന് തോറ്റ നേതാക്കന്മാരടക്കം പ്രസ്താവിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, അവിടെ കിടന്നോട്ടെ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാം. അത്തരത്തിലായിക്കോട്ടെ. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ ശരിയായ വഴിക്ക് നയിക്കാൻ സമരവും സംഘടനാ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. എത്രയോ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ ഒരുക്കുന്നു DYFIയും SFIയും. PSC പരിശീലന ക്ലാസ്, IAS പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന കുട്ടികൾക്ക് പോലും സൗജന്യ പരിശീലന ക്ലാസ് കൊടുക്കുന്നു. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുന്നു. കിടപ്പ് രോഗികളെ സന്ദർശിച്ച് മാസത്തിൽ ഒരിക്കൽ സന്ദർശിച്ച് അവർക്ക് ആശ്വാസമായിട്ട് ഓടിയെത്തുന്നു. ആ കോവിഡ് കാലവും പ്രളയകാലവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ മാത്രം സംഘടിപ്പിച്ചു എന്നല്ല പറയുന്നത്, നിങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വ്യത്യസ്ത പുലർത്താൻ കഴിയുന്നു. ഈ കാലഘട്ടം ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കടമ നിർവഹിക്കാൻ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടം, മദ്യം, മയക്കുമരുന്ന്, കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി, ഈ പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെ യുവജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു. ദേശീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, സംസ്ഥാന പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, ചിലപ്പോൾ പഞ്ചായത്തിലെ വിഷയങ്ങളാകാം. പക്ഷെ നിങ്ങൾ കൃത്യമായി സൈഡ് തിരിഞ്ഞ് ഭരണം എന്നതിനെ മാത്രം ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയയെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നു. താങ്കൾ സമയമുണ്ടെങ്കിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിലുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, ഞാനും ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്കൊക്കെ പോകുന്ന ആളാണ്, അന്നത്തെ പ്രവർത്തനം എന്താണ്, ഇന്നത്തെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങളുടെ MP ആണ്, ഒന്ന് കേട്ടു നോക്കുക, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി, ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അത് പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്നു. കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കലുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സംഘടനാ മെഷീനറിക്ക് ഉള്ളിൽ തന്ന വിമർശനത്തെ പോലും അത് വിമർശിച്ചുകൊണ്ട് നേതാക്കന്മാർ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന രൂപത്തിലുള്ള വാർത്ത നിങ്ങൾ തന്നെ ചോർത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാർ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ചോർത്താൻ പറ്റില്ലല്ലോ. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു മരണം ഉണ്ടായി, അവിടെ പ്രതിഷേധിച്ചു, എല്ലാവരും പ്രതിഷേധിച്ചു, ഓക്കെ. പക്ഷെ 20 പേർ മരിച്ച ഗുജറാത്തിലെ പാലം തകർന്ന് നിരവധി പാലങ്ങളും വികസന പ്രവർത്തനങ്ങളും അടുത്ത തകർന്ന ഒരു വിഷയം ദേശീയ വിഷയമായി വരുമ്പോഴും ഒരക്ഷരം യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചോ അതിൽ? അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വന്ന നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകളുണ്ട്. എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നീറുന്ന പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ഉന്നയിക്കാൻ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നത് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് AA റഹീമാണ്.
അത് ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും മതനിരപേക്ഷത തകർക്കാനും ജനാധിപത്യം തകർക്കാനും അതുപോലെ മുക്കിനും മൂലയിലും ന്യൂനപക്ഷത്തിനെതിരെ അതിക്രമം നടക്കുമ്പോഴും എല്ലാം ഓടിയെത്തുന്നതും പാർലമെന്റിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും അതിന്റെ ഭാഗമായി ജനങ്ങളെ സമരസജ്ജരാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയും അതിന്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ ഉന്നയിച്ച പ്രശ്നം നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, കുറവുകളുണ്ടോ കണ്ടെത്തുക, പരിഹരിക്കാൻ ശ്രമിക്കുക. ഒരു സർഗാത്മക യൗവനത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ഞങ്ങളെ ആക്രമിക്കാൻ അതൊരു കാരണമാക്കി എടുക്കരുത്. ശരി.